ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്. അന്താരാഷ്ട്ര ഫോക്ലോർ ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത മേള ഈ മാസം 5 മുതൽ 9 വരെ തൈക്കാട് പോലീസ് ഗ്രൗണ്ടിലാണ് സംഘടിപ്പിച്ചത്. സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള കേരള ഫോക്ലോർ അക്കാദമി കിർത്താഡ്സുമായി സഹകരിച്ച് നടത്തിയ മേളയിൽ ഈജിപ്റ്റ്, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, സ്പെയിൻ, റഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ തങ്ങളുടെ വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ അവതരിപ്പിച്ചു. ഉസ്ബെക്കിസ്ഥാൻ, നേപ്പാൾ, ഈജിപ്റ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കരകൗശല വിദഗ്ധർ പങ്കെടുത്ത പ്രദർശനവും വിപണനവും മേളയിൽ നടന്നു. ഇന്ത്യയിലെ 16 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുള്ള ഗോത്ര നാടൻ കലാകാരന്മാരും കരകൗശല വിദഗ്ധരും മേളയിൽ പങ്കെടുത്തു. ലോക പൈതൃക കലകളെയും ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാടോടി സംസ്കാരങ്ങളെയും മലയാളിക്ക് പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം കേരളത്തിൻ്റെ തനത് നാടൻ കലകളെ ആഗോളതലത്തിൽ അവതരിപ്പിക്കുക എന്നതുമായിരുന്നു ഫോക്ലോർ ഫെസ്റ്റിവലിൻ്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ പ്രഗ്യാൻ റോവറിനെ ഭൂമിയിലിരുന്ന് നിയന്ത്രിച്ച് ചന്ദ്രനിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചതിന് സമാനമായ സാങ്കേതിക വിദ്യകൾ സ്കൂൾ കുട്ടികൾക്കും വശമാക്കാൻ അവസരമൊരുക്കി ലിറ്റിൽ കൈറ്റ്സ് ജില്ലാ സഹവാസ ക്യാമ്പ് നെടുമങ്ങാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ക്യാമ്പിന്റെ ഭാഗമായി ജില്ലയിലെ 213 സ്കൂളുകൾക്കുള്ള അഡ്വാൻസ്ഡ് റോബോട്ടിക് കിറ്റുകളുടെ വിതരണവും കൈറ്റ് സിഇഒ അൻവർ സാദത്ത് ഓൺലൈനായി നിർവഹിച്ചു. സബ് ജില്ലാ ക്യാമ്പുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 97 കുട്ടികളാണ് 2 ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുത്തത്. പ്രോഗ്രാമിങ്ങിന് പുറമെ ത്രിമാന അനിമേഷൻ മേഖലയിലും കുട്ടികൾക്ക് വിദഗ്ധ പരിശീലനം നൽകി. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി നല്ല സിനിമ നാട്ടിൻപുറങ്ങളിലേക്ക് എന്ന ലക്ഷ്യം മുൻനിർത്തി ആവിഷ്കരിച്ച ടൂറിംഗ് ടാക്കീസ് പദ്ധതിക്ക് വേണ്ടി പുതുതായി വാങ്ങിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. സെക്രട്ടേറിയറ്റിന്റെ അനക്സ് 1 മുന്നിൽ നടന്ന ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ KSFE ചെയർമാൻ കെ വരദരാജനിൽ നിന്ന് താക്കോൽ ഏറ്റുവാങ്ങി. KSFE 2024-25 സാമ്പത്തിക വർഷത്തെ CSR സ്കീമിൽ ഉൾപ്പെടുത്തി ചലച്ചിത്ര അക്കാദമിക്ക് സംഭാവന ചെയ്തതാണ് പുതിയ വാഹനം. ലോക ക്ലാസിക് സിനിമകൾ നാട്ടിൻപുറങ്ങളിലേക്ക് എത്തിക്കുന്ന ടൂറിംഗ് ടാക്കീസ് പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ, കോഴിക്കോട്, കോട്ടയം, തിരുവനന്തപുരം എന്നിവിടങ്ങളിലായി മേഖലാ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അമ്പൂരി കുമ്പിച്ചൽക്കടവ് പാലം യാഥാർത്ഥ്യമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലം നാടിന് സമർപ്പിച്ചു. പൊതുമരാമത്ത് വകുപ്പ് സംസ്ഥാനത്ത് പൂർത്തിയാക്കിയ 30 റോഡുകളും 6 പാലങ്ങളും മുഖ്യമന്ത്രി ഇതോടൊപ്പം നാടിന് സമർപ്പിച്ചു. നെയ്യാർ ജലസംഭരണി നിർമ്മാണത്തെ തുടർന്ന് തൊടുമല ഗ്രാമത്തിൽ ഒറ്റപ്പെട്ടു പോയ ആദിവാസി ഉന്നതികളിലെ 1000-ഓളം ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പാലം യാഥാർത്ഥ്യമായതോടെ പരിഹാരമായി. കിഫ്ബിയിലൂടെ 24.71 കോടി രൂപ ചെലവഴിച്ചാണ് കുമ്പിച്ചൽക്കടവ് പാലം യാഥാർത്ഥ്യമാക്കിയത്. ജലാശയത്തിന് കുറുകെ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ പാലമായ കുമ്പിച്ചൽക്കടവ് പാലത്തിന് 253.4 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമുണ്ട്. CK ഹരീന്ദ്രൻ MLA നടത്തിയ ഇടപെടലുകളാണ് അമ്പൂരിയിലെ ജനങ്ങളുടെ ദീർഘകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ കാരണം. യാത്രാ സൗകര്യത്തിനുമപ്പുറം അമ്പൂരിയിലെ ടൂറിസം സാധ്യതകൾക്കും പാലം കരുത്തേകും. ഈ വർഷം ന്യൂഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിലെ NCC കേഡറ്റുകൾക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക് ഭവനിൽ സ്വീകരണം നൽകി. ന്യൂഡൽഹിയിൽ നടന്ന മത്സരങ്ങളിൽ പങ്കെടുത്ത 17 NCC ഡയറക്ടറേറ്റുകളിൽ നിന്ന് കേരളത്തെ പ്രതിനിധീകരിച്ച് 172 കേഡറ്റുകൾ റിപ്പബ്ലിക് ദിന പരേഡിലും പ്രധാനമന്ത്രിയുടെ റാലിയിലും വിവിധ മത്സരങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവച്ചിരുന്നു. കേഡറ്റുകൾ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തതിന്റെ അനുഭവങ്ങൾ ഗവർണറുമായി പങ്കുവച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.